നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ തടസ്സമായി വന്നിരിക്കുന്ന വ്യക്തികളെ ഉപേക്ഷിക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, പ്രപഞ്ച ശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പശ്ചാത്താപത്തിന്റെ ഒരു വളരെയധികം വിഷമത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോട് സഹതാപവും സ്നേഹവും ബഹുമാനവും തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നിക്കാൻ മാത്രമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തി പഴയതുപോലെ മുന്നോട്ട് പോകുന്നില്ല. തേർഡ് പാർട്ടിയുമായി പല പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധമായിട്ടാണ് തേർഡ് പാർട്ടിയുമായി കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ജോലിയുടെ സംബന്ധമായിട്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ആദ്യമൊക്കെ അത് വെറും സൗഹൃദമായിരിക്കാം, പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ചധികം ഒരു ബന്ധത്തിലേക്ക്, അനാവശ്യമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്ന വിധത്തിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു തെറ്റ് വന്നതുകൊണ്ട് ഈ വ്യക്തി ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലാണ് ആ തെറ്റുകൾ സംഭവിച്ചു പോയത്. അത് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുമെന്നും ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ വ്യക്തിയുടെ ജോലി സംബന്ധമായിട്ടൊക്കെ തേർഡ് പാർട്ടി വന്ന് ചേർന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായി ഇപ്പോൾ ഈ വ്യക്തിക്ക് മര്യാദക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മര്യാദക്ക് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ പോലും തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന മോശപ്പെട്ട സ്വഭാവ രീതി അത് ഈ വ്യക്തിക്ക് അംഗീകരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമായിട്ടുള്ള സ്വഭാവ രീതി അല്ല തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിയെ ഒരു വിധത്തിലും മര്യാദക്ക് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര വിധത്തിലാണ് തേർഡ് പാർട്ടിയുടെ എനർജി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്നില്ല. തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയാണ് വിട്ടുവീഴ്ചകൾക്കും അല്ലെങ്കിൽ ഓരോ ത്യാഗങ്ങൾ ത്യജിക്കാനും ഓരോ കാര്യങ്ങളും അവസാനിപ്പിക്കുവാനും നഷ്ടപ്പെടുത്താനും തയ്യാറാവേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മാത്രം കാര്യമാണോ, നിങ്ങളുടെ വ്യക്തി മാത്രമാണ് ഒരു അടിമയെ പോലെ തേർഡ് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്നത്? ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വേണ്ടത്ര അട്രാക്ഷനോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു മാനസികപരമായിട്ടുള്ള അടുപ്പം നിങ്ങളുമായി ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ തേർഡ് പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള കടന്നുവരവ് കൊണ്ട് തന്നെയാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് വന്നു ചേർന്നു പോയത്. നിങ്ങളുടെ വ്യക്തി പതുക്കെ പതുക്കെ തേർഡ് പാർട്ടിയിലേക്ക് പോയത് ഈ വ്യക്തി പോലും അറിയാതെയാണ്. സാഹചര്യങ്ങളാണ് അങ്ങനെ മാറ്റിയെടുത്തത്, നിങ്ങളിൽ നിന്നും അകറ്റിയത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ മേരി മാതാവിന്റെ ഊർജം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
മേരി മാതാവിനെ പ്രാർത്ഥിക്കുന്ന ഭക്തരായിരിക്കാം ഈ വായന ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേരി മാതാവോ ഭദ്രകാളിയമ്മയോ അല്ലെങ്കിൽ ഏത് ദേവിയോ ആയിക്കോട്ടെ, സ്ത്രീയുടെ ഊർജമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവരുടെ വല്ലാത്തൊരു നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉപബോധ തലം ഉയർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നത്. നിങ്ങളിപ്പോൾ എന്തൊക്കെ വിചാരിച്ചാലും നടക്കും. നിങ്ങളുടെ ഹയർ സെൽഫ് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് അവിടെ നിന്നുകൊണ്ടും, അതായത് എത്ര ദൂരെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് അത് തിരിച്ചറിയുവാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിച്ചു വിളിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പുതിയൊരു തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്താലാണ് പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി ഓർത്തുകൊണ്ട് നിൽക്കുന്നത്. പുതിയ പുതിയ മിറാക്കിൾസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഉറപ്പായും ഈ പ്രണയബന്ധം ഇരുട്ടിലാണ് ഉള്ളത്. എന്നാൽ ഒരു ദിവസം താനിത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമെന്നും ഈ പ്രണയബന്ധത്തിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുമെന്നും ഉള്ള ഒരു ശാഠ്യത്തോടു കൂടിയാണ് ഈ വ്യക്തി നിലനിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവന്നിട്ടുള്ളത്. തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഒരു അടിമ ഉടമ എന്നുള്ള കരാറിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തേർഡ് പാർട്ടി പറയുന്നത് എന്താണോ അത് അതുപോലെ തന്നെ അനുസരിച്ചും മുന്നോട്ട് വരിക, മുന്നോട്ട് പോവുക, ഇതായിരുന്നു ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ, നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് അത് ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മറ്റാരുമായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ വ്യക്തികളെ, അതായത് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്ന ആ വ്യക്തികളെ മാറ്റിമറിക്കാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക് വന്നു ചേരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് അത്രയും പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സ്നേഹം. യാതൊരു കലർപ്പുമില്ലാത്ത, ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത, മനസ്സിൽ വിചാരിക്കാത്തതുമായിട്ടുള്ള, പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള സ്നേഹമാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അത്രമാത്രം പവിത്രതയോടു കൂടിയാണ് ഈ വ്യക്തി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നല്ല മനസ്സിനെ അത്രമേൽ അംഗീകരിച്ചുകൊണ്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ വന്നു ചേർന്നത് കൊണ്ട് അതൊരു കാലക്കേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായി മുന്നോട്ട് പോകണമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ വ്യക്തികൾ മാത്രം പാടുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ ഈ വ്യക്തിയിലേക്ക് വന്നു ചേരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ തടസ്സമായി വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികളെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇത് ഒരു ദൃഢ തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായന. എല്ലാവർക്കും ഈ വായന കേട്ട് സന്തോഷമായി എന്നും എല്ലാവർക്കും റീസണേറ്റ് ആയെന്നും ഉപകാരപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.